ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ലെഗ് പീസ് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ എയർ ഫ്രയറിലാണ് ഫ്രൈ ചെയ്തത്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ ഒരു സിലിക്കോണിൻ്റെ പാത്രം, ഇത് ഞാൻ എയർ ഫ്രയറിൽ വെക്കാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ അതിൽ തന്നെ മാരിനേറ്റ് ചെയ്താൽ ഒരു പാത്രം കഴുകുന്നത് ഒഴിവായി കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ അതിന് കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല, പിന്നെ ഇത് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ഒരുമിച്ചുള്ള സോസുണ്ട് കേട്ടോ. ഹോട്ട് ചില്ലി സ്വീറ്റ് സോസ്, അത് 2 സ്പൂൺ ചേർക്കാം. അത് 2 സ്പൂൺ ചേർത്തിട്ട് പിന്നെ ഇതിലേക്ക് കസൂരി മേത്തിയൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ഉണ്ടാവും, നല്ല സ്മെല്ലും ഉണ്ടാവും. പക്ഷെ ഞാൻ ഇടുന്നില്ല. ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചത് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് തൈര് അങ്ങനെ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങ നീര് വീണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ലെഗ് പീസ് ഇട്ട് കൊടുക്കുക. ലെഗ് പീസ് ഇട്ട് കൊടുത്തിട്ട് നാരങ്ങ നീര് പിഴിയുക. ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിയുന്നുണ്ട് കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടിരിക്കും, വല്ലാതെ ഡ്രൈ ആവില്ല. ആ ചിക്കൻ വല്ലാതെ ഇങ്ങനെ ഡ്രൈ ആവണത് ഇവിടെ ഇഷ്ടമല്ല. കുറച്ചൊരു ജ്യൂസി ആയിട്ടിരിക്കണം കാണുമ്പോൾ. അപ്പോൾ ഒരു നാരങ്ങ മുഴുവൻ പിഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഓയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓയിൽ കുറച്ചൊന്ന് സ്പ്രേ ചെയ്യുക. എന്നിട്ട് ഇതൊരു മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 15 മിനിറ്റെങ്കിലും വെക്കുക. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് ഞാൻ എയർ ഫ്രയറിൽ വെക്കുന്നുണ്ട്. എയർ ഫ്രയറിൻ്റെ ഈ നെറ്റിലാട്ടോ മുമ്പ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനിത് ഈ പാത്രം മേടിച്ചപ്പോൾ പാത്രം ഈ എയർ ഫ്രയർ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് നമ്മളിത് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് എയർ ഫ്രയർ ഓണാക്കാം. എയർ ഫ്രയർ ഓണാക്കിയിട്ട് നമ്മൾ ചൂട് ക്രമീകരിക്കാം. ഒരു 175 ഡിഗ്രിയിലാണ് ഞാൻ വയ്ക്കുന്നത്. ഒരു 20 മിനിറ്റ് വെച്ചാൽ മതിയാവും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തുറന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെ വെച്ചാലും മതി. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഉള്ളപ്പോഴേ ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിത് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് വെച്ചിട്ട് ഓണാക്കിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഉണ്ട്. ഇനി 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനത് എടുക്കുമ്പോൾ അത് ഓഫാകും. അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആവണമെന്നുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ വെക്കുകയാണ്. അപ്പോൾ അത് ഒന്നുകൂടി വെക്കുമ്പോൾ വീണ്ടും അത് ഓണായി 5 മിനിറ്റ് അത് തുടർന്നോളും കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫായി. അപ്പോൾ ഞാനതൊന്ന് തിരിച്ചിടണം, കാരണം മറുവശത്ത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആവാനുണ്ട്. ഇത് തിരിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ അധികം നേരം സമയം ചൂടാക്കണ്ട, അല്ല ഫ്രൈ ചെയ്യണ്ട. ഞാനൊരു ഒരു 7 മിനിറ്റ് വെച്ചാൽ മതിയാവും. 7 മിനിറ്റ് വെക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ 180 വെക്കാം. 80 7 മിനിറ്റ് വെക്കാം. അപ്പോൾ അത് 7 മിനിറ്റ് കഴിഞ്ഞു. അത് തനിയെ ഓഫായി. ഇനി നമുക്കത് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എനിക്കിത് പാകമാണ് കേട്ടോ. കൂടുതൽ ഡ്രൈ ആവണമെങ്കിൽ കൂടുതൽ നേരം വെക്കാം. ഇവിടുത്തെ പാകം ഇതാണ്. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ എയർ ഫ്രയർ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ പാത്രം എങ്ങനെ ഇരിക്കണമെന്ന് കണ്ടോ. നല്ല നീറ്റല്ലേ. നേരത്തെ എന്ന് വെച്ചാൽ ആ ജ്യൂസും ഓയിലും എല്ലാം, ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ഓയിലും എല്ലാം ഈ എയർ ഫ്രയറിൽ വീണ് കിടക്കുമായിരുന്നു. ആകെ കൊള്ളാകുമായിരുന്നു. ഇപ്പം നല്ല നീറ്റല്ലേ നോക്കി. ഓക്കെ, അപ്പം നമ്മുടെ ലെഗ് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വരാം കേട്ടോ. അപ്പം നാളെ കാണാം. ബൈ.